ശ്ലോകം 2. തത്രോപനന്ദാപിത ഗോപവര്യോ. ഉപനന്ദൻ എന്നുപേരായ ഗോപന്മാരിൽ ശ്രേഷ്ഠനായ ഒരാൾ ഉപനന്ദൻ. മറ്റു പുരാണങ്ങളിൽ ഈ ഉപനന്ദൻ നന്ദഗോപരുടെ ജ്യേഷ്ഠനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, നന്ദഗോപരുടെ മന്ത്രിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രായമായിട്ടുള്ള ആളാണ്. ഉപനന്ദാഭിത ഗോപവര്യോ, ഉപനന്ദൻ എന്ന പേരുള്ള ഗോപന്മാരിൽ ശ്രേഷ്ഠനായ ജഗൗ, അദ്ദേഹം പറഞ്ഞു, ഗാനം ചെയ്തു എന്നാണ് വാക്കിൻ്റെ അർത്ഥം. പറഞ്ഞു. എന്താ അദ്ദേഹത്തിന് പറയാൻ തോന്നിയത്? ഭവൽ പ്രേരണയൈവ നൂനം. ഗുരുവായൂരപ്പ, അങ്ങയുടെ പ്രേരണയാണ്. എന്തെന്ത് കാര്യങ്ങൾ ഇവിടെ നടക്കണോ അത് ഭഗവാൻ ഓരോരുത്തരെ പ്രേരിപ്പിക്കും. അപ്പം അങ്ങയുടെ പ്രേരണ കൊണ്ടാണ് ഈ വിധത്തിൽ ആ ഉപനന്ദൻ നമുക്ക് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞത്. അത് എല്ലാവരും സമ്മതിച്ചു. എവിടേക്കാണ് പോകേണ്ടത്? ഇതപ്രതീക്ഷ്യം, ഇവിടുന്ന് പടിഞ്ഞാറായിട്ട് ഒരു സ്ഥലമുണ്ട്, എനിക്കറിയാം. വിപിനം മനോജ്ഞം, അതിമനോഹരമായിട്ടുള്ള ഒരു കാടുണ്ട്. ആ കാട്ടിലേക്ക് നമുക്ക് പോവാം. എന്താ അതിൻ്റെ പേര്? വൃന്ദാവനം. വൃന്ദാവനം എന്ന പേരായ ഒരു കാട് ഉണ്ട്. ആ കാട്ടിലേക്ക് നമുക്ക് എല്ലാവർക്കും പോകാം എന്ന് ഉപനന്ദൻ അവരോട് പറഞ്ഞു. അവർക്ക് എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടപ്പെട്ടു. ആയിക്കോട്ടെ. വൃന്ദാവനം വൃന്ദാദേവിയാൽ പാലിക്കപ്പെട്ടത്. വൃന്ദ തുളസിയാണെന്ന് ആചാര്യന്മാർ പറയും. ആ വൃന്ദാദേവിയാൽ പാലിക്കപ്പെട്ടുള്ളതായ സ്ഥലമാണ് വൃന്ദാവനം. വൃന്ദാവനം നാമ വിരാജതീതി, അത് നന്നായി ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മധുരാപുരിയുടെ ചുറ്റുമുള്ളതാണ് ഈ വനങ്ങളെല്ലാം എന്നാണ് പറയുന്നത്. 12 വനങ്ങൾ അവിടെയുണ്ട്. ആ 12 വനത്തിൽ ഒരു വനത്തിലാണ് ആദ്യം പോയത്. അത് ബൃഹത് വനം. നമ്മൾ ഗോകുലം എന്ന് പറയുന്നത് ബൃഹത് വനമാണ്. ആ ബൃഹത് വനത്തിൽ നിന്ന് ഇപ്പോൾ അവർ വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. 12 വനങ്ങൾ. മധുവനം, ധ്രുവൻ്റെ കഥയിലും മറ്റും കാണാം. മധുവനം, താലവനം, പനകൾ, കാമവനം, ബഹുളവനം, കുമുദവനം, ഖദിരവനം, ഭദ്രവനം, ഭാണ്ഡീരവനം, ശ്രീവനം, ലോഹവനം, വൃന്ദാവനം. 12 വനങ്ങളുണ്ട്. അതിൽ 2 എണ്ണത്തിലാണ് ഭഗവാനും കൂട്ടരും ഇപ്പോൾ വസിക്കുന്നത്. ആദ്യം ബൃഹത് വനമാണ്. ആ ബൃഹത് വനത്തിനെ വിട്ട് അവർ വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. അത് ഉപനന്ദൻ്റെ പ്രേരണ കൊണ്ടാണ് ആ വൃന്ദാവനത്തിൽ പോകാമെന്ന് പറഞ്ഞത്. എല്ലാവരും സമ്മതിച്ചു. എല്ലാവർക്കും വളരെ സന്തോഷമായി. അങ്ങനെ ആ ബൃഹത് വനത്തിനെ അവർ ഉപേക്ഷിക്കുന്നില്ല. ഭഗവാൻ കളിച്ചു നടന്ന സ്ഥലമല്ലേ, അപ്പോൾ ഉപേക്ഷിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു.